ഫസ്റ്റ് സിംറ്റം ഓഫ് എ കാർഡിയക് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ഹൃദയം എന്തിനു വേണ്ടിയിട്ടുള്ളത് എന്ന് ആലോചിക്കും. ഹൃദയം നമുക്ക് വേണ്ടത് ജോലി ചെയ്യാനും വേണ്ടിയിട്ടാണ് ഹൃദയം വേണ്ടത്. നമ്മളിപ്പോൾ രണ്ടുപേരും വെറുതെ ഇരിക്കുകയാണ്. കാരണം ഹൃദയത്തിന്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള റോള് മാത്രമേ ഇപ്പോൾ നമുക്കുള്ളൂ. കാരണം നമ്മുടെ ശരീരത്തിലെ ഒരു മസിലുകളും അനങ്ങുന്നില്ല. ഒരു 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 ചെറിയ ഒരു ബാലൻസ് സ്റ്റേജ് നമ്മൾ നിൽക്കുകയാണ്. ഹൃദയത്തിന് ആവശ്യം, ഹൃദയത്തിന് ജോലി കൂടുതൽ എപ്പോഴും വേണ്ടത് നമ്മളൊന്ന് അധ്വാനിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ ഹൃദയത്തിന് കൂടുതൽ സ്ട്രെസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ സിംറ്റംസ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്കൊക്കെയാണ്. ഉദാഹരണം നമ്മൾ നടക്കുന്നു, ഓടുന്നു, സ്റ്റെപ്പ് കയറുന്നു, കയറ്റം കയറുന്നു, ഭാരം ഉയർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഈ സമയത്ത് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഹൃദയ സംബന്ധമായ സിംറ്റംസ്. മനസ്സിലായത്? സോ ബേസിക്കലി symptoms are all related to cardiac symptoms are all related to exertion. നമ്മൾ എക്സേർഷൻ നിർത്തി കഴിയുമ്പോൾ ഈ സിംറ്റംസ് എല്ലാം കുറയുന്നു. ഇതാണ് ഹൃദയ സംബന്ധമായിട്ട് സിംറ്റംസ്. ഏറ്റവും സാധാരണമായ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ബ്ലോക്കുകളുടെ സിംറ്റം എന്ന് പറയുന്നത് എക്സേർഷണൽ അൻജൈന എന്ന് പറഞ്ഞാൽ നെഞ്ചിനുണ്ടാകുന്ന പ്രയാസം. എക്സേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നെഞ്ചിനുണ്ടാകുന്ന ഒരു പ്രയാസം. അത് എപ്പോഴും പറയും വേദന തന്നെയാകണമെന്ന് നിർബന്ധം പിടിക്കരുത്, അങ്ങനെ ആവുകയുമില്ല. പക്ഷെ നടക്കുകയോ സ്റ്റെപ്പ് കയറുകയോ കയറ്റം കയറുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ നെഞ്ചിന് ഉണ്ടാകുന്ന ഒരു പ്രയാസം, ആ പ്രയാസം ഹെവിനെസ്, അതൊരു വേദനയാകാം, ഒരു ഹെവിനെസ് ആകാം, ഒരു വെയിറ്റ് ആകാം, ഒരു ഭാരമാകാം, നെഞ്ചെരിച്ചിലാകാം, കട്ടുകിഴപ്പാകാം. മനസ്സിലായത്? പക്ഷെ അതിന് എക്സേഷനുമായിട്ടാണ് ബന്ധം. അത് നമ്മൾ ചെയ്യുന്ന എക്സേഷൻ നിർത്തി കഴിയുമ്പോൾ ഈ പ്രയാസം മാറുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഹൃദയ സംബന്ധമാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കാൻ ഞാൻ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ സിംറ്റം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് അല്ല എങ്കിൽ പലപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സിംറ്റംസ് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും ഒരു അടുത്ത ഘട്ടം ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. സോ ഇനീഷ്യലി ഏതൊരു ഹൃദയത്തിന്റെ സിംറ്റംസും എക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. പിന്നെയുള്ള സാധാരണ ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അസഹനീയമായ കിതപ്പ്, കിതപ്പ്, കാലുകൾക്ക് നീര് വെക്കുന്ന അവസ്ഥ, തലകറക്കം, കണ്ണിരുട്ട് കയറുക, ബോധക്കേട്, പാൽപിറ്റേഷൻ, ഇടിപ്പ് കൂടുന്ന അവസ്ഥ, ഇതൊക്കെയാണ് സാധാരണമായിട്ടുള്ള ഹൃദ്രോഗ ലക്ഷണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയും എക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട നെഞ്ചിന്റെ പ്രയാസം.